നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം നിയന്ത്രിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം ശാന്തമാകും. ഓരോ പുലരിയും ഒരു രണ്ടാം ഊഴമാണ്. ഇന്നലകളിലെ തെറ്റുതിരുത്താൻ നമുക്ക് കിട്ടുന്ന രണ്ടാം ഊഴം. മറ്റുള്ളവരെ മാറ്റുവാനുള്ള ശക്തി നിങ്ങളുടെ കയ്യിൽ ഇല്ലായിരിക്കാം. പക്ഷേ സ്വയം മാറാനുള്ള ശക്തി നിങ്ങളുടേത് മാത്രമാണ്. ആത്മവിശ്വാസം നേടാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതാണ്. വിമർശനത്തെ ഭയന്ന് നിങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും ഉപേക്ഷിക്കരുത്. കാരണം ലക്ഷ്യം നേടുമ്പോൾ തന്നെ വിമർശിക്കുന്ന ആളുകളുടെ അഭിപ്രായം പലപ്പോഴും മാറുന്നു. വെളിച്ചമുള്ള വഴികൾ മാത്രമല്ല, തെളിച്ചമുള്ള മനസ്സുകളും ചിലപ്പോൾ നമുക്ക് വഴികാട്ടി ആവാറുണ്ട്. ഒരു വ്യക്തിയുടെ ആമുഖം അവൻ്റെ മുഖത്ത് നിന്ന് ആരംഭിക്കാമെങ്കിലും അവൻ്റെ പൂർണ്ണ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത് അവൻ്റെ സംസാരമാണ്. ഇല്ലായ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഉള്ളതിൽ തൃപ്തി വരാതെ മനുഷ്യർ എന്തിനു വേണ്ടി പരക്കം പായുന്നത്. ഇന്നലകളിലെ നഷ്ടങ്ങളെ പരിതപിച്ചും നാളെയുടെ പ്രതീക്ഷകളിൽ ഉത്കണ്ഠരായും ഇന്നിൻ്റെ മാധുര്യം നുകരുവാൻ കഴിയാതെ അർത്ഥശൂന്യമായ ജീവിതം നയിക്കരുത്. താങ്ങി നിർത്താൻ ആരും ഇല്ലാതായാൽ നിങ്ങൾ വീഴാതിരിക്കാൻ കൂടുതൽ ശ്രമിക്കും. പ്രസന്നമായ ഒരു മനസ്സിന് മാത്രമേ ഊർജ്ജസ്വലത ഉണ്ടാവുകയുള്ളൂ. മനസ്സ് ഊർജ്ജസ്വലമാകുമ്പോൾ ബുദ്ധിപൂർവം ചിന്തിക്കാനുള്ള കഴിവുണ്ടാകുന്നു. പ്രതികൂലമായ ഏത് അവസ്ഥയിലും നേരിടാനുള്ള ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ടാവും. തളർന്നിരിക്കാതെ അത് കണ്ടെത്തിയാൽ അവയെ മറികടക്കാനാവും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും നോക്കാതെയും മറ്റൊന്നും നോക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. ഒരു റോസാപ്പൂ തോട്ടം മുഴുവൻ നൽകിയാലും ആളുകൾക്ക് അതിലെ മുള്ള് മാത്രമേ കാണാൻ കഴിയൂ. എന്നാൽ ചിലർക്ക് ഒരു ഇല നൽകിയാലും ഒരു തോട്ടം കിട്ടിയതായി തോന്നും. നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ആധാരം. കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ്. രണ്ടും ശമിച്ചതിന് ശേഷം മാത്രമേ അതുണ്ടാക്കിയ നാശം എത്രയെന്ന് തിരിച്ചറിയാനാവൂ. പരാജയം എന്നത് ജീവിതത്തിൻ്റെ അവസാനമല്ല, അതൊരു തുടക്കമാണ്. ആത്മവിശ്വാസമുണ്ടെങ്കിൽ പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ചാലും വിജയത്തിൻ്റെ മധുരം നുണയാം. സ്വന്തം തെറ്റുകളെ ശരികളാക്കി സ്ഥാപിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരുപക്ഷെ അവർക്കതിൽ വിജയിക്കാൻ കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീറുണ്ടാകും. നിങ്ങളുടെ വികാരങ്ങളെ അടക്കി നിർത്താൻ ശീലിക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കുക. സ്വാർത്ഥതയും കാപട്യവും ഒഴിവാക്കുക. പെട്ടെന്ന് പ്രകോപിതരാകുന്ന ശീലം അവസാനിപ്പിക്കുക. നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ല എങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മൾ എന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതെയാക്കിയേക്കാം.